ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ ഗ്രിഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ കോൺഫിഗറേഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഏതൊക്കെ പാർട്സ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ സോഴ്സസ് CHP ആൻഡ് നോൺ CHP സോഴ്സസ് ആയിട്ട് വരാം. ദെൻ ലോഡ്സ് കണക്ട് ചെയ്യുന്നത്, അത് ഹീറ്റ് ലോഡ്സ് വരാം, അല്ലാതെ ഇലക്ട്രിക്കൽ ലോഡ്സ് ആയിട്ട് വരാം. പിന്നെ CC, രണ്ട് ടൈപ്പ് ഓഫ് കൺട്രോളേഴ്സാണ് മെയിൻലി, സെൻട്രൽ കൺട്രോളറും മൈക്രോ സോഴ്സ് കൺട്രോളറും. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ AC അല്ലെങ്കിൽ DC മൈക്രോ ഗ്രിഡിൻ്റെ കോൺഫിഗറേഷൻ, വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഓരോ കമ്പോണൻസ് ആയിട്ട് അതിൻ്റെ ഫീഡേഴ്സ് ഏതൊക്കെയാണ്, 4 ഫീഡേഴ്സ് ഉണ്ട്, ABCD എന്നുള്ളത് നമ്മൾ ആ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, ആ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം വെച്ച്. അപ്പോൾ അതാണ് നമുക്ക് അതിലുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് AC ആൻഡ് DC മൈക്രോ ഗ്രിഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും കൂടെ പഠിക്കുന്നതാണ്. AC മൈക്രോ ഗ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് AC മൈക്രോ ഗ്രിഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് പാർട്ട്, മൈക്രോ ഭാഗവും അതേപോലെ യൂട്ടിലിറ്റി ഗ്രിഡിൻ്റെ ഭാഗവും കാണാം. ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ്, LVAC ലൈൻസ്, ഫീഡേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഫീഡേഴ്സിൻ്റെ ലൈൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് AC ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഇവിടെ AC ലോഡാണെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടുന്ന് AC ലോഡിലേക്ക് കണക്റ്റഡ് ആണ്. ഇത് പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ്, PCC എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ LVAC ലൈൻസ് രണ്ട് ലൈൻസ് ആയിട്ട്, രണ്ട് ഫീഡേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് AC ലോഡ്സിലേക്കാണ് ഡയറക്റ്റ്ലി അതെന്താണ് കണക്റ്റഡ് ആണ്. അതേസമയം DC ലോഡാണെങ്കിൽ ദർ വിൽ ബി എൻ AC ടു DC കൺവേർട്ടർ. കാരണം നമുക്ക് AC ആണ് നമ്മുടെ സിസ്റ്റം ഇവിടെ എന്ത് ചെയ്യുന്നത്, പവർ സപ്ലൈ ലൈൻ ഉള്ളത്. അപ്പോൾ അതിനെ DC യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് കാണാം ഒരു DC ലോഡായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, DC ടു AC. ഇത് ഇവിടെ പിന്നെ അതിൻ്റെ എന്താണ് PV അറേസ് DG, അതായത് DG ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ യൂണിറ്റ് 1 അല്ല, അതിൻ്റെ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ടാവും. ദെൻ ദിസ് ഈസ് ഫോർ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ AC തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ACയെ ഡയറക്റ്റ്ലി ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ലോഡ് ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ ലൈനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. AC ഡയറക്റ്റ്ലി ലൈനിലേക്ക് കൊടുത്തതിന് ശേഷം അത് ലോഡിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഈ രണ്ടാമത്തെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ DG, ഇതൊരു PV അറേ ആയിട്ടാണ് അവർ DG. അപ്പോൾ DG PV ആവാം. ഇത് ഹൈഡ്രോ ടർബൈൻ ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്, ഹൈഡ്രോ ടർബൈൻ. ഇവിടെ PV അറേ, അതായത് സോളാർ ആയിട്ടുള്ള സോളാർ സെൽസ് ആണ്, സോളാർ സപ്ലൈ ആണ്, പവർ ജനറേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒരു DC ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ AC എന്ത് ചെയ്യാണ്, ഈ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നു, പിന്നെ AC ലോഡിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെയും നമുക്ക് AC ടു DC വെച്ച് DC ലോഡ്സ് കൊടുത്തായിട്ട് ഇവിടെ കാണാം. ദെൻ ഇതിലും പവർ ഇലക്ട്രോണിക് ഇൻ്റർഫേസ് വെച്ച് സ്റ്റോറേജ് ഡിവൈസസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഒരു DG ഇവിടെ കടത്തിരിക്കുന്നത്. പിന്നീട് ഇതൊരു സെൻട്രൽ കൺട്രോളർ, യു ക്യാൻ സി എ സെൻട്രൽ കൺട്രോളർ ഹിയർ ആൻഡ് ദെൻ ദിസ് സൈഡ് ഈസ് യൂട്ടിലിറ്റി ഗ്രിഡ്. ഇതേപോലെ നമ്മളൊരു DC, ദിസ് ഈസ് ഫോർ എ DC മൈക്രോ ഗ്രിഡ്. ഇവിടെ നമുക്ക് LVDC ലൈൻസ് ആണ്, നേരത്തെ LVAC ലൈൻസ് പറയാം, LVDC ലൈൻസ് ആണ്. DC ലോഡ്സിലേക്ക് ഡയറക്റ്റ്ലി കൊടുക്കുമ്പോൾ ഫ്യൂവൽ സെല്ല് ഉപയോഗിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ സോഴ്സ് ഇവിടെ കാണാം. അത് ഡയറക്റ്റ്ലി DC ആയിട്ട്, അപ്പോൾ അതിൽ DC ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ്ലി DC ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നു. അതേസമയം PV അറേസ് വെച്ച് അഗെയിൻ ഡയറക്റ്റ്ലി DC ആയിട്ട് ഇവിടത്തേക്ക് കൊടുക്കുന്നു. ദെൻ DC ടു AC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് AC ലോഡിലേക്ക് കൊടുക്കുന്നു. നേരത്തെ DC ലോഡിലേക്ക് ഡയറക്റ്റ്ലി ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ DC ടു AC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, AC ലോഡ്സിലേക്ക് കൊടുക്കുന്നു. ഇവിടെയും DC ടു AC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് AC ലോഡ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ഫോർ സ്റ്റോറേജ് ഡിവൈസസ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഇലക്ട്രോണിക് ഇൻ്റർഫേസ് അറേഞ്ച്മെൻറ്റ്സ് ആണിത്. ദെൻ ദിസ് ഈസ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം. അത് ഉപയോഗിച്ചിട്ട് അതിനെ AC-യിൽ ഉണ്ടാകുമ്പോൾ AC ടു DC കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ലോഡ്സ് ആർ ഹിയർ. ദെൻ ദിസ് ഈസ് സെൻട്രൽ കൺട്രോളർ, PCC, പോയിന്റ് ഓഫ് കോമൺ കപ്ലിംഗ്, ആൻഡ് ദിസ് സൈഡ് ഈസ് യൂട്ടിലിറ്റി ഗ്രിഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ DC മൈക്രോ ഗ്രിഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കോൺഫിഗറേഷൻസ് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നൗ അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ കൺവേർഷൻ എഫിഷ്യൻസി ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് AC മൈക്രോ ഗ്രിഡ്, അതേപോലെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓൺ കൺവേർട്ടേഴ്സ് ഒക്കെ കൂടുതലാണ് ഇതിൽ DCയിൽ.
അതേപോലെ എഫിഷ്യൻസി, മൊത്തത്തിലുള്ള എഫിഷ്യൻസി, റിലയബിലിറ്റി, കൺട്രോളബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ലോഡ് അവൈലബിലിറ്റി ഒക്കെ എ സിയിലാണ് നമുക്ക് കൂടുതലായിട്ട്. അപ്പം ഇതൊക്കെ ശരിക്കും ഒരു എ സി മൈക്രോ ഗ്രിഡ് ഹാവിങ് സം അഡ്വാൻറ്റേജസ് ഓവർ ഡി സി മൈക്രോ ഗ്രിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി മൈക്രോ ഗ്രിഡ്സിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനെ പറ്റിയാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ഓൾറെഡി ഉള്ള മൈക്രോ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു 10 MVA വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എനർജി ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആണ്. സോ ഫോർ ലോഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു സപ്ലൈ ലാർജ് ലോഡ് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെവറൽ മൈക്രോ ഗ്രിഡ് ത്രൂ എ കോമൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഒരു കോമൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ, സെവറൽ കൺട്രോളബിൾ യൂണിറ്റ്സ് ആക്കിയിട്ട്. അതിൽ അതായത് മൈക്രോ ഗ്രിഡുകൾ തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനെ പറ്റിയാണ്. ഇൻ്റർ കണക്റ്റഡ് ടു ഫോം മച്ച് ലാർജർ പവർ ടൂൾസ് ഫോർ ബൾക്ക് പവർ ഡിമാൻഡ്സിന് വേണ്ടിയിട്ട്. ഇൻ്റർ കണക്റ്റഡ് മൈക്രോ ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ CCയും ഓരോ സെൻട്രൽ കൺട്രോളറും എക്സിക്യൂട്ട് ഇറ്റ്സ് കൺട്രോൾ ഇൻ ക്ലോസ് കോർഡിനേഷൻ വിത്ത് ദി നൈബറിംഗ് CCs. അപ്പോൾ ഓരോന്നിന് ഓരോ മൈക്രോ ഗ്രിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ കൺട്രോളർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് തൊട്ടടുത്തുള്ള CC ആയിട്ടൊരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. Interconnected microgrid have greater stability and controllability with a distributed control structure. കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദിസ് ഇന്റർകണക്ഷൻ ഓഫ് മൈക്രോഗ്രിഡ് ത്രൂ എൻ എനർജി റൂട്ടർ വഴിയുള്ള ഇതൊരു മൈക്രോഗ്രിഡ് ആണ്, മൈക്രോഗ്രിഡ് 1, ആൻഡ് ദിസ് ഇസ് മൈക്രോഗ്രിഡ് ത്രൂ എൻ എനർജി റൂട്ടർ, ആൻഡ് ദിസ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു വാട്ട്, യൂട്ടിലിറ്റി ഗ്രിഡ്. ഈ സൈഡിൽ യൂട്ടിലിറ്റി ഗ്രിഡ് കണക്റ്റഡ് ആണ്, ഇപ്പുറത്ത് മൈക്രോഗ്രിഡ്സ് തമ്മിലൊരു ഇന്റർകണക്ഷൻ ആണ് ത്രൂ ദിസ് എനർജി റൂട്ടർ വഴി കണക്റ്റഡ് ആണെന്ന് കാണാം. ഇനി ദിസ് എനർജി റൂട്ടർ ബേസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ മൈക്രോഗ്രിഡ് ഇന്റർകണക്ഷൻ, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അതായത് എനർജി റൂട്ടർ വഴിയുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഇൻസ്റ്റന്റേനിയസ് എനർജി ഡെഫിഷ്യൻസി ഓർ സർപ്ലസ്, എനർജി ഡെഫിഷ്യൻസി ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയൊക്കെ നമുക്ക് ഈ നൈബറിംഗ് മൈക്രോഗ്രിഡ്സ് തമ്മിൽ ഇന്റർ കണക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും റിസോൾവ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് ഈ ലാർജ് സ്കെയിൽ നമുക്ക് എനർജി സ്റ്റോറേജ് ഡിവൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എനർജി സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ കൂടുതൽ അതിൻ്റെ ഡിപ്പെൻഡൻസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് തന്നെ ഐസൊലേഷൻ ബിറ്റ്വീൻ മൈക്രോഗ്രിഡ്സ്, അതായത് ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് വേരിയേഷൻ അറ്റ് വൺ എൻഡ് ഓഫ് എനർജി റൂട്ടർ വിൽ ഹാവ് നോ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ സിസ്റ്റം ഓൺ അതർ സൈഡ്സ്. ഈ എനർജി റൂട്ടറിൽ നമ്മൾ കണക്ട് ചെയ്യിക്കുന്ന മൈക്രോഗ്രിഡിൽ ഏതെങ്കിലും ഒന്നിലൊരു ഫ്രീക്വൻസി അല്ലെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളതിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പവർ റിലയബിലിറ്റി ആൻഡ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. Now third advantage is extensive implementation of energy routers will encourage transition of power system architecture from conventional tree structure. അതായത് നോർമലി ഉള്ള ഒരു കൺവെൻഷനിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ട്രീ സ്ട്രക്ചർ, അതായത് ഫ്രം ടോപ്പ് ടു ബോട്ടം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇത് തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ വഴി എന്ത് ചെയ്യാണ്, ഒരു ഹയറാർക്കിയൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ഫ്രം ടോപ്പ് ടു ബോട്ടം ഒറ്റൊരു ഫ്ലോ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇവിടെ കൂടുതൽ കണക്റ്റീവായിട്ട് മാറും, കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മൈക്രോഗ്രിഡിൻ്റെ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ അഡ്വാൻറ്റേജസിനെ പറ്റിയാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോഗ്രിഡ്, ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ്. അതിൽ അഡ്വാൻറ്റേജസ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, നമുക്കറിയാലോ എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള എമിഷൻസ് ഒക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ പ്രോക്സിമിറ്റി ഓഫ് കസ്റ്റമേഴ്സ് വിത്ത് മൈക്രോസോഫ്റ്റിനോട് വളരെ അടുത്തായതുകൊണ്ട് അവയർനെസ് ഓഫ് കസ്റ്റമേഴ്സ് ടുവാർഡ്സ് ദിസ് എനർജി യൂസേഴ്സ്, അത് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസിൻ്റെ അടുത്തായിട്ട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർ കൂടുതൽ അവെയർ ആയിരിക്കും ഈ എനർജി യൂസേജിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഒന്ന് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഓപ്പറേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ്, അതിൽ വരുന്നത് ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈക്രോ സോഴ്സും ലോഡ്സും വളരെ കുറവായതുകൊണ്ട് റിയാക്റ്റീവ് സപ്പോർട്ട് ടു ഹോൾ സിസ്റ്റം കുറവാണ്. കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ വോൾട്ടേജ് പ്രൊഫൈൽ വളരെ നല്ല രീതിയിൽ വോൾട്ടേജ് കൺട്രോൾ നമുക്ക് പോസിബിൾ ആണ്. T&D ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫീഡർ കൺജഷനും അതുപോലെ ലോസസും നമുക്ക് വളരെയധികം കുറക്കാൻ പറ്റും. നൗ റിഡക്ഷൻ ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺമെൻറ്റ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ സിസ്റ്റം ബൈ പ്രോപ്പർ സെറ്റ് മാനേജ്മെൻറ്റ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വളരെയധികം കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നതാണ്. പവർ ക്വാളിറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ പവർ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഡീസെൻട്രലൈസേഷൻ, സപ്ലൈ മറ്റേത് കൂടുതൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. നൗ ബെറ്റർ മാച്ച് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്,
റിഡക്ഷൻ ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ലാർജ് സ്കെയിൽ ട്രാൻസ്മിഷൻ, മിനിമൈസേഷൻ ഓഫ് ഡൗൺ ടൈംസ്, അതുപോലെ പിന്നെ ബ്ലാക്ക് സ്റ്റാർട്ട് വഴിയുള്ള ഓപ്പറേഷൻസ്, റിസ്റ്റോറേഷൻ പ്രോസസ്സൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടുതൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. കോസ്റ്റ് സേവിങ്, വേസ്റ്റ് ഹീറ്റ് നമ്മൾ ഈ CHPയിലൊക്കെ വേസ്റ്റ് ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, സേവിങ്സ് ഉണ്ടാവും ഇതിൽ. നൗ പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് സെവറൽ മൈക്രോ സോഴ്സസ് വഴി ഇഫക്റ്റീവായിട്ട് നമുക്ക് കോസ്റ്റ് സേവിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കാം. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ അതിൻ്റെ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുകയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു കൂടുതൽ എന്താണ് ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചേരുകയാണ്. അപ്പം മൈക്രോ ഗ്രിഡ്സ് മേ ബി യൂസ്ഡ് ഫോർ ആൻസിലറി സർവീസ്, വൈഡ് സ്പ്രെഡ് അപ്ലിക്കേഷൻ. അതായത് കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് മാർക്കറ്റ് പവർ ബൈ ദി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് എപ്പോഴും എന്ത് ചെയ്യാണ്, കൂടുതൽ അവർ എന്ത് ചെയ്യാണ്, കോസ്റ്റൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെൻസ് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യണം, എപ്പോഴും മാർക്കറ്റ് കൈയടക്കാനുള്ള ഒരു ശ്രമം അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിന് പകരം കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് മൊണോപ്പൊളിയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ അല്ല ആ രീതിയിൽ പറയാണ്. മാർക്കറ്റ് ഡ്രിവൺ ഓപ്പറേഷൻ പ്രൊസീജിയർ ഓഫ് മൈക്രോഗ്രിഡ് വിൽ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഓഫ് മാർക്കറ്റ് പവർ എക്സൈറ്റഡ് ബൈ ദി എസ്റ്റാബ്ലിഷ്ഡ് ജനറേഷൻ കമ്പനീസ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നൗ അതിൻ്റെ ഒരു ചാലഞ്ചസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. കൂടുതൽ കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂട്ടർ എനർജി റിസോഴ്സസ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കൂടുതലാണ്. നൗ പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ സെറ്റിംഗ് അപ്പ് മൈക്രോഗ്രിഡ്സ് മേ ബി ഗിവൺ അറ്റ്ലീസ്റ്റ് ഫോർ എ ട്രാൻസിറ്ററി പീരീഡ് ഫോർ മീറ്റിംഗ് അപ്പ് എൻവിറോൺമെൻറ്റ് ആൻഡ് കാർബൺ ക്യാപ്ചർ. കൂടുതൽ ഈ ആദ്യമായിട്ട് കൂടുതൽ സമയം നമ്മൾ അതിന് കൊടുക്കണം എന്നുള്ള. അതേപോലെ തന്നെ നമ്മുടെ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് പിന്നെ 2020 റിന്യൂവബിൾ ജനറേഷൻ 20% കൂട്ടാനും അതേപോലെ തന്നെ കാർബൺ എമിഷനെ 50% കുറക്കാനുമാണ് ബൈ 2050. അപ്പോൾ ആ ഒരു ടാർജറ്റിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നൊരു ചാലഞ്ച് തന്നെയാണ്. നൗ ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ആൾക്കാർ കുറവായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ റിസോഴ്സസ് ഒക്കെ വളരെ കുറവാണ്. നൗ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഒക്കെ നമുക്കിതിൽ ഡെവലപ്പ് ചെയ്ത് വരണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റൂറൽ ഏരിയാസിലൊക്കെ വളരെ കുറവാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് മോഡ്സിൻ്റെ സീംലെസ് സ്വിച്ചിങ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് മോഡ്സിൻ്റെ ഇടയിലുള്ള ഒരു സ്വിച്ചിങ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് മോഡ്സ് ആർ വെരി ഇതൊരു ചാലഞ്ച് ആണ് എന്ന് നമുക്ക് പറയാം. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. പിന്നെ സ്റ്റാൻഡേർഡ്സ്, നമുക്കൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നത്, ചാലഞ്ചായിട്ട് പറയുന്നത്. പിന്നെ മോസ്റ്റ് കൺട്രീസ് നോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് യെറ്റ് ടു ബി ഫ്രെയിംഡ്. ഇത് മൈക്രോഗ്രിഡ്സ് ഒരു കാര്യം പറയുന്നത് അതൊരു മാർക്കറ്റ് മൊണോപ്പൊളിക്ക് നേരത്തെ പറഞ്ഞതൊരു പല കമ്പനീസ് ഒരു കമ്പനിക്ക് തന്നെ എന്ത് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ കോസ്റ്റ് പിന്നെ എന്ത് ചെയ്യാണ്, കൂടുതൽ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇതിൽ വലിയൊരു ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പുതിയതായിട്ടുള്ള ഒരു മാർക്കറ്റ് മൊണോപ്പൊളി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നതാണ്. എനർജി അറ്റ് വെരി ഹൈ പ്രൈസ് എക്സ്പ്ലോയിറ്റിംഗ് മാർക്കറ്റ് മൊണോപ്പൊളി. അതേപോലെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ് ടു ബി ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോഗ്രിഡ്സ്. നൗ മെയിൻറ്റെയിനിങ് പവർ ക്വാളിറ്റി, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ബാലൻസ്, മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ഇഷ്യൂസ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ പറയുന്നതാണ്. ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ബാലൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻ വിത്തിൻ മൈക്രോഗ്രിഡ് ഓൺ എ ഷോർട്ട് ടേം ബേസിസ്. നൗ മൈക്രോഗ്രിഡ് ചില സ്ഥലങ്ങളിൽ ഗ്രിഡ് കണക്റ്റഡ് മോഡ് ഓപ്പറേഷൻ പോസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ഇൻ സ്റ്റാൻഡ് അലോൺ മോഡിൽ. അതേപോലെ സപ്ലൈ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി മസ്റ്റ് ബി സ്യൂട്ടബിളി പ്ലാൻഡ്, അല്ലെ, വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഫോർ എ ലോങ് ടേം എനർജി ബാലൻസ്. അതേപോലെ സ്കാഡ ബേസ്ഡ് മീറ്ററിംഗ്, കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻസ് ഇതൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്, ഓപ്പറേഷണൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് ഓപ്പറേഷൻ ഷുഡ് ബി എൻഷുർഡ് ത്രൂ ജനറേഷൻ ഷെഡ്യൂളിംഗ്, എക്കണോമിക് ലോഡ് ഡിസ്പാച്ച് ആൻഡ് ഒപ്റ്റിമൽ ലോഡ് പവർ ഫ്ലോ. ഇതൊക്കെ നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. നൗ സിസ്റ്റം സെക്യൂരിറ്റി മസ്റ്റ് ബി മെയിൻറ്റെയിൻ ത്രൂ കണ്ടിൻജൻസി അനാലിസിസ് ആൻഡ് എമർജൻസി ഓപ്പറേഷൻസ്. Temporary mismatch between generation and load should have alleviated through
പ്രോപ്പർ ലോഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് മാനേജ്. അപ്പോൾ അതായത് നമ്മൾ പുതിയതായിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സ്യൂട്ടബിൾ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് മസ്റ്റ് ബി എംപ്ലോയിഡ് ഫോർ ഓവറോൾ എനർജി മാനേജ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ. ഇതേപോലെയുള്ള പുതിയ പല സംഭവങ്ങളും നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞത് മൈക്രോ ഗ്രിഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ആണ്, അതേപോലെ അതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിനെ പല രീതിയിൽ എക്കണോമിക്കലി ഉള്ള അഡ്വാൻറ്റേജസ് പോലെയുള്ള ടെക്നിക്കലി ഉള്ള അതേപോലെ ചാലഞ്ചസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ഇഷ്യൂസ് എന്താണെന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ ഹെഡിങ് ഓരോ തലക്കെട്ടുകളായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.